മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി നടൻ ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിപിൻ കുമാർ എന്ന വ്യക്തിയിൽ നിന്ന് നേരിട്ട അനീതികൾ ഉണ്ണി മുകുന്ദൻ പങ്കുവച്ചത്. സ്വന്തം മാനേജരായി വിപിൻ എന്ന വ്യക്തിയെ ഒരിക്കലും നിയമിച്ചിട്ടില്ല. വിപിൻ ആരോപിച്ചതുപോലെ അയാളെ താൻ ശാരീരികമായി കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിലുള്ള CCTVകൾ പരിശോധിച്ചാൽ അക്കാര്യത്തിൽ വ്യക്തത വരുമെന്നും ഉണ്ണി മുകുന്ദൻ കുറിപ്പിൽ പറയുന്നു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു നടിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് വിപിൻ ആവശ്യപ്പെട്ടത് താനും അയാളും തമ്മിൽ വലിയൊരു കലഹത്തിന് കാരണമായി എന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. മാർക്കോയുടെ ഷൂട്ടിങ്ങിനിടെ വിപിൻ കാരണം പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നെന്നും അത് ഷൂട്ടിങ്ങിനെ തന്നെ ബാധിച്ചെന്നും ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തി. തന്റെ വിജയത്തിൽ അസൂയയുള്ള ചിലർ വിപിന് പിന്തുണയായിട്ടുണ്ടെന്നും എത്ര ആരോപണങ്ങൾ ഉയർന്നാലും താൻ സത്യത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്നും കുറിപ്പിൽ പറയുന്നു. 2018 എൻ്റെ സ്വന്തം പ്രൊഡക്ഷനിൽ എൻ്റെ സിനിമ നിർമ്മിക്കാൻ പോകുമ്പോഴാണ് വിപിൻ കുമാർ എന്നെ ബന്ധപ്പെട്ടത്. സിനിമയിൽ നിരവധി പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ PRO ആണെന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹത്തെ ഒരിക്കലും എൻ്റെ പേഴ്സണൽ മാനേജരായി നിയമിച്ചിട്ടില്ലെന്ന് അറിയിക്കുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ മാർക്കോയുടെ ഷൂട്ടിങ്ങിനിടെയാണ് വിപിനുമായുള്ള എൻ്റെ ആദ്യ പ്രശ്നമുണ്ടായത്. സബാൻ നയിക്കുന്ന ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റിലെ ജീവനക്കാരനുമായി അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായി. അവർ പരസ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും സിനിമയെ വളരെയധികം ബാധിച്ചു. ഈ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് നൽകാത്തതിന് വിപിൻ എന്നെ ശകാരിച്ചിരുന്നു. അതെന്റെ ധാർമ്മികതയ്ക്ക് ചേരുന്നതായിരുന്നില്ല. കൂടാതെ എൻ്റെ ജോലിയെ മോശമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തി കാരണം സംഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുതിയതും പ്രശസ്തരുമായ സിനിമാ സംവിധായകരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും വിപിനെതിരെ ഗോസിപ്പുകൾക്കും നിരർത്ഥകരമായ സംസാരങ്ങൾക്കും നിരവധി പരാതികൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും ഈ വ്യക്തി ക്ഷമ അർഹിക്കാത്ത ഒരു കാര്യം ചെയ്തു എന്നതും കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ ആശങ്കകളും അവഗണിച്ചു. സിനിമയിലെ എൻ്റെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പിന്നീട് എൻ്റെയും വിഷ്ണു ഉണ്ണിത്താൻ്റെയും ഒരു അഭിമുഖത്തിൽ ഇത് സ്ഥിരീകരിച്ച സുഹൃത്ത്, മുന്നിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അദ്ദേഹം ക്ഷമാപണം. എൻ്റെ എല്ലാ ഡിജിറ്റൽ ഡേറ്റകളിലേക്കും അദ്ദേഹത്തിനും ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് രേഖാമൂലം ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അയച്ചില്ല എന്ന് മാത്രവുമല്ല, പകരം ന്യൂസ് പോർട്ടലുകളും സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ പ്രചരിക്കുന്ന തികച്ചും തെറ്റായതും വ്യാജവും ഭയാനകരവുമായ ആരോപണങ്ങളാണ് ഞാൻ കണ്ടത്. അദ്ദേഹം അവകാശപ്പെടുന്നതുപോലെ ഒരു സമയത്തും ഞാൻ ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ്. മുഴുവൻ സ്ഥലവും CCTV സ്കാനിങ്ങിന് വിധേയമാണ്. ഏതെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് ദയവായി അത് പരിശോധിക്കുക. ഞാൻ 5 വർഷത്തേക്ക് വളരെ തിരക്കിലാണെന്നും ഈ വ്യക്തി ആളുകളോട് പറയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതെന്റെ വർക്കുകളെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെക്കുറിച്ച് മനുഷ്യത്വരഹിതമായ കിംവദന്തികൾ